ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വിശ്വാസത്തോടെ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന നോക്കി ആരാധന, നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ആരാധന യേശുനാഥ. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സംരക്ഷണത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച്, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, ആരാധന മക്കളെ സമർപ്പിച്ച്, ആരാധന കരങ്ങൾ ഉയർത്തി ആരാധനത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കുക. ആരാധന യേശുനാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം അത്ഭുതകരമായ നാമം, അതിശയകരമായ നാമം, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന യേശുവിന്റെ നാമം. ദൈവം രക്ഷിക്കുന്നുവെന്നാണ് യേശു എന്ന വാക്കിന്റെ അർത്ഥം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മുഴുവനും ദൈവമക്കളെ ഈശോയെ അനുഗ്രഹിക്കുന്ന സമയം, ഈ സമയം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന സമയം. വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവ പൈതലെ, നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാ, നിന്റെ നിയോഗങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാ. ഇന്നും ജീവിക്കുന്ന ദൈവമാ, നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കാൻ ഇത് കടന്നു വന്നിരിക്കുന്നു. വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. പ്രിയ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ നമ്മിലേക്ക് കടന്നു വന്നാൽ അത് പ്രകാശമാണ്. ജീവിതത്തിൻ്റെ ഇരുളിമ നിറഞ്ഞ വഴികളിലൂടെ തപ്പിത്തടഞ്ഞ് നടക്കുന്നവൻ
ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ലാത്തവൻ്റെ ജീവിതത്തിലേക്ക് ഇതാ വെളിച്ചമായി കടന്നു വരുന്ന കർത്താവ്. ഇസ്രായേലിൻ്റെ പ്രകാശമായത് ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അഗ്നിസ്തംഭത്തിൽ. ഈശോ പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് കയറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ഇതാ വെളിച്ചം നൽകുന്ന കർത്താവാണിത്. ഭാവിയെക്കുറിച്ച് വ്യക്തതയില്ലാതെ കടബാധ്യതകൾ വന്ന് കടക്കണിയിൽ വീണ് ഒന്ന് കരകയറാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന നിന്റെ ജീവിതത്തിൽ നിനക്കിതാ ഒരു വെളിച്ചമായി കർത്താവ് കടന്നു വരും. ജോലിയില്ല, വിവാഹം നടന്നിട്ടില്ല, മക്കളുണ്ടായിട്ടില്ല, രോഗമാണ്, ബിസിനസ് തകരുന്നു, ഇതുപോലെ ഒരുപാട് അന്ധകാരത്തിലൂടെ നടക്കുന്ന ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദാ നിന്റെ ദൈവം ഒരു പ്രകാശമാണ്, നിനക്ക് കാഴ്ച കിട്ടും, ഉൾക്കാഴ്ച കിട്ടും, അഗ്നിയായി അത് മാറും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് യോജിക്കാത്ത ചിന്തകൾ, ഭാവനകൾ, ഓർമ്മകൾ, നമ്മൾ ചെയ്ത പ്രവൃത്തികളെല്ലാം ദൈവം അഗ്നിയാൽ ഉരുക്കി വാർത്തെടുക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ചേരാത്തതായ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജീവിതത്തിലോ എൻ്റെ നിലപാടിലോ ഉണ്ടെങ്കിൽ കർത്താവിത അഗ്നിയായത് കടന്നു വന്നത് ഒരുക്കിക്കളയും. അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവമേ, ഒരുപാട് മുള്ളിൻ്റെ അനുഭവങ്ങളുണ്ട്. എൻ്റെ മനസ്സ് നീറുന്ന അനുഭവങ്ങൾ, എൻ്റെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങൾ, അരുതാത്ത വാക്കുകൾ കേട്ടതും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞതും, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മുള്ളു നിറഞ്ഞ അനുഭവങ്ങളാ. കുടുംബ ജീവിതത്തിൽ ഒന്ന് സന്തോഷിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ മുൾമുനയിൽ നിൽക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വ്യക്തമായും കൃത്യമായും മറുപടി പറയാൻ കഴിയാതെ കഷ്ടപ്പെടുമ്പോഴൊക്കെ ഒരു മുള്ള് എന്നെ വേദനിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, മതിമറന്ന് സന്തോഷിക്കാതിരിക്കുവാൻ ദൈവമേ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മുള്ളുണ്ട്. പ്രിയ ദൈവ പൈതലേ, ആരാധനയിൽ പങ്കെടുക്കുന്ന നിന്റെ ജീവിതത്തിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റാതെ, സമാധാനത്തോടെ ഒരു രാത്രി അന്തി ഉറങ്ങാൻ പറ്റാതെ, നാളത്തെ പ്രഭാതത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വേദനിക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ മുള്ളുകളും മുൾച്ചെടികളും നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു തമ്പുരാന്റെ ഒരു വചനത്തിൻ്റെ ഒരു അഭിഷേകം ഈ സമയം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടാം. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ അഭിഷേകം, ഈ അഗ്നിയുടെ അഭിഷേകം, ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ നിന്റെ ഹൃദയത്തിൽ ജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ അസ്വസ്ഥതകൾ വിട്ടുമാറാൻ, നിന്റെ രോഗപീഠകൾ സൗഖ്യമാക്കുവാൻ, നിന്റെ അജ്ഞത മാറുവാൻ, നിന്റെ തടസ്സങ്ങൾ മാറുവാൻ, നിന്റെ കടബാധ്യതകൾ തീർത്തു കിട്ടുവാൻ, നിനക്കൊരു വ്യക്തത കിട്ടുവാൻ, ഒരു ദർശനം കിട്ടുവാൻ, ഒരു കാല് മുന്നോട്ട് വയ്ക്കുവാൻ ദൈവത്തിന്റെ വെളിച്ചം ഇതാ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. ഈശോയെ നോക്കി. കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, ഈശോയെ നോക്കി. അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ കർത്താവേ, ചേർന്ന് പാടുന്ന എല്ലാവരും. അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയെ, എന്റെ ജീവിതത്തിൽ ഒരുപാട് കോപശീലമുണ്ട്. എനിക്ക് പെട്ടെന്ന് ചൂടാവുന്ന സ്വഭാവമുണ്ട്.
ചാരമാകട്ടെ, ഈ അഗ്നിയിൽ സമർപ്പിക്കുന്നു ഞാൻ. തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോ, എനിക്ക് ഒരുപാട് സ്വാർത്ഥ ശീലങ്ങളുണ്ട്. എന്നെ സ്വാർത്ഥത മുറ്റിയ ജീവിത അഭിലാഷങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ എന്നെ മാത്രം ചിന്തിച്ചു. ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കൾ, എന്റെ സഹോദരങ്ങളെ ഞാൻ മറന്നുപോയി. ദൈവമേ, ഈ അഗ്നിയിൽ ആ സ്വാർത്ഥത കത്തിച്ചാമ്പലായി പോകട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, എല്ലാവരും ഒരുമിച്ച് അഗ്നി എന്നിൽ കത്തട്ടെ. അശ്രുതിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയെ, എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ചിന്തകൾ, ഓർമ്മകൾ, ഭാവനകൾ, അശുദ്ധി നിറഞ്ഞ സംസാരങ്ങൾ, അശുദ്ധി നിറഞ്ഞ കാഴ്ചകൾ, അശുദ്ധി നിറഞ്ഞ പ്രവർത്തികൾ, പലപ്പോഴും എൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്ന പ്രവർത്തികൾ, തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. ദൈവമേ, അവിടുന്ന് ഈ സമയം ഞാനിതാ ആ അഗ്നിയിൽ എന്നെ ദഹിപ്പിക്കുന്ന ജഡത്തിന്റെ ആവശ്യങ്ങള്, ദാഹങ്ങള്, അതുപോലെ മനസ്സിന്റെ ചില പിരിമുറുക്കങ്ങള്, ഹൃദയത്തിന്റെ ആ ദാഹങ്ങളെല്ലാം ദൈവമേ ഈ അഗ്നിയിൽ ഞാനിതാ സമർപ്പിക്കുന്നു. ഈശോയെ, ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, ജെറമിയായുടെ പുസ്തകം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ജെറമിയായുടെ പുസ്തകം 23-ാം അധ്യായം 29 തിരുവചനത്തിൽ പറയുന്നു, എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഈ കത്തിച്ചാമ്പലാകുവാനുള്ള ചില അശുദ്ധികളെല്ലാം ഈ ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ സത്യാത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ സത്യത്തിലേക്ക് ഉറച്ചു നിൽക്കുന്നത് പോലെ ഈ ദൈവത്തിന്റെ ആത്മാവ് അശുദ്ധിയെല്ലാം കത്തിച്ചാമ്പലാക്കി മാറ്റും. കീറാമുട്ടി പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിലുണ്ട്. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, പരിഹാരമില്ലാത്തതൊക്കെയുണ്ട്. എല്ലാം ഈ സമയം കർത്താവിൻ്റെ ആത്മാവിന് വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ ഇത്. ഇതാ ദൈവത്തിൻ്റെ വചനം അഗ്നിയായി നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൽ ഉരുവിടട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മുടെ നാവിൽ നിറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കട്ടെ. അങ്ങനെ എൻ്റെ അധരത്തിൽ വചനം അഗ്നിയായി മാറുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും വിറകാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വിറകാക്കി മാറ്റും. നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന നിന്റെ എല്ലാ അസ്വസ്ഥതകളെയും ദൈവം വിറകാക്കി മാറ്റുമ്പോൾ അതിനു മുമ്പേ നിന്റെ നാവിലിതാ അഗ്നിയായി ദൈവവചനം മാറും. അങ്ങനെ നിന്റെ അഗ്നി ആ വിറകുകളെല്ലാം കത്തി ചാമ്പലാക്കുന്നൊരു കൃപയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന്റെ അഭിഷേകം, ഈ അഗ്നി, ഈ അഭിഷേകം നമ്മിൽ നിറയാൻ, ഈ വചനം മാംസമാകാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. പ്രിയ ദൈവജനമേ, ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തിൽ അഗ്നിയായി മാറുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെ ഇതാ ചാമ്പലാക്കി മാറ്റും, വിറകാക്കി മാറ്റും. നീ ഭയപ്പെടേണ്ട, കരുത്തുള്ളവൻ കർത്താവിതാ നിന്റെ കൂടെ ഈ തിരുവോസ്തിയിൽ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. നോക്കി പാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ,
ശാപത്തിൻ ശക്തിമേനി അഗ്നിയയക്കൂ. ആത്മാവേ ദൈവമേ അഗ്നിയയക്കൂ. ആത്മാവേ നോക്കി പാടട്ടെ എല്ലാ മക്കളും. അഗ്നിയായി ആഗ്രഹത്തോടെ ദൈവജനം പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. നിന്റെ കുടുംബത്തിൽ അഗ്നിയായി നിറയട്ടെ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിയായി നിറയട്ടെ. നിന്റെ തൊഴിൽ മേഖലയിൽ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. നാഹുമിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മുൾപടർപ്പ് പോലെ, ഉണങ്ങിയ വൈക്കോൽ പോലെ അവർ ദഹിപ്പിക്കപ്പെടും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. എവിടെ തുടങ്ങണം, ആരെ ശരിയാക്കണം, ആരോട് ആദ്യം പറയണം, എവിടെ ആരംഭിക്കണമെന്നറിയാതെ മനസ്സ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നമ്മൾ ഈ സമയത്ത് നമ്മുടെ കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മകളെയും കത്തിച്ചാമ്പലാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഈ നിമിഷം ഈ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കണം. മക്കളെ, നമ്മൾ കർത്താവിനോടൊന്ന് പറഞ്ഞാൽ മതി: ഈശോയെ, അവിടുത്തെ അഗ്നിയാൽ എന്നെ എൻ്റെ തിന്മകളെ ദഹിപ്പിക്കണമേ. ഈശോ പറയുകയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ, ദൈവം നമ്മളോട് പറയുകയാണ്, അഗ്നിയിൽ ഉരുകാത്തത് അരുണോദയത്തിൽ ഉരുക്കി വാർക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, ഈ പ്രാർത്ഥനയിൽ ആരാധന പങ്കെടുക്കുന്ന നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തീരാവുന്നതേയുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് മുള്ളുകളും മുൾച്ചെടികളും ഒറ്റ ദിവസം നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഈ ബോധ്യത്തോടു കൂടി ഈ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലേക്ക് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മുഴുവനും അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശ്വാസ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, 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 ആരാധന. കർത്താവേ, പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേലെ ഇടപെടണമേ. ഈ ആരാധന പങ്കെടുക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കടന്നു വരട്ടെ. ഈശോയെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കണമേ. ഇതിനെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ദൈവജനത്തെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. മാനവരേ, മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. ദിവ്യ ശരീരം മാനവനാ നൽകിയ നാഥനെ വാഴ്ത്തിടുവിൻ. ദിവ്യ നിണത്താൽ പാപികളെ നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. നേടിയ നാഥനെ വാഴ്ത്തിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. നിത്യമഹോന്നതമപ്പം നീ.
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.